വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. അപ്പം നമുക്ക് ഇന്നൊരു പുതിയ റിവ്യൂ എപ്പിസോഡാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് സിനിമയാണ്? സർവം മായ. ഓക്കെ, നിവിൻ പോളിയുടെ സർവം മായ എന്ന ഫിലിം നമ്മളിതിപ്പോൾ കയ്യോടെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. പാതിരാത്രിയാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യോടെ നിങ്ങൾക്ക് റിവ്യൂ പറയാമെന്ന് വെച്ചു. സെറി ആദ്യമായിട്ടാണ് വ്ളോഗിൽ വന്നിരിക്കുന്നത്. എന്താണ് സെറി പറയാനുള്ളത്? മൈ ബാഡ്. അപ്പോൾ ആദ്യമായിട്ടാണ് മൂവി റിവ്യൂവിന് സെറി വന്നിരിക്കുന്നത്. ശരി, അപ്പം നമുക്ക് സർവം മായയുടെ വളരെ ഷോർട്ടായിട്ടും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള നമുക്ക് എന്താ തോന്നിയ ആ റിവ്യൂ ഇപ്പം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ സെറി സ്റ്റാർട്ടിങ് വിത്ത് യു. നിനക്ക് എന്താ തോന്നിയ സിനിമ കണ്ടിട്ട്? ഞാനൊരു നിവിൻ പോളി ഫാൻ ആയതുകൊണ്ട് എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു. അവര് കൺവേ ചെയ്ത മെസ്സേജ് മനസ്സിലായി. നിവിൻ പോളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ കംബാക്ക് എന്നൊന്നും ഞാൻ പറയത്തില്ല, ബിക്കോസ് അതിനകത്ത് ആൾക്കാർ ചുമ്മാ കംബാക്ക് എന്നൊക്കെ പറയുന്നത്. നിവിൻ പോളി ഒരിടത്തും പോയില്ല. ഹി ഈസ് ഓൾവേസ് ദേർ. ചുമ്മാ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ I wanted to let you guys know Nivin Pauly was always there and will be there. ശരി, ഓക്കെ. അപ്പം സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ പുതിയ നടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പേരെന്താ? റിയ ഷിബു. പുള്ളിക്കാരിയാണ് മറ്റേ മുറ സിനിമയുടെ പ്രൊഡ്യൂസർ. മുറ സിനിമ മാത്രമല്ല, 2-3 സിനിമയുടെ പ്രൊഡ്യൂസറാണ് റിയ ഷിബു. അപ്പോൾ ഇതിലെ പുതിയ നടിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അഭിനയിക്കുക എന്ന് പറയൂല, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി പുള്ളിക്കാരി അഭിനയിക്കണുണ്ടല്ലോ, ആരെപ്പോലെ ഉണ്ടെന്ന് അറിയാമോ? മറ്റേ നമ്മളുടെ ഭാര്യയുടെ പേരെന്താ? നസ്രിയനെ പോലെ. ഒരിക്കലും അല്ല, എനിക്ക് അങ്ങനെ തോന്നിയതേ ഇല്ല. നന്നായിട്ട് അഭിനയിച്ചു. നസ്രിയയുടെ വേറെ ഒരു ജോണറാണ് പുള്ളിക്കാരി. പക്ഷെ ആദ്യമായിട്ട് അത്രേ ഉള്ളൂ, ആദ്യത്തെ മൂവിയാന്ന് പറയൂല, അത്ര കൂളായിട്ട് അഭിനയിച്ചു, നന്നായിട്ട് അഭിനയിച്ചു. സട്ടിൽ ആവേണ്ട അടുത്ത് സട്ടിലായി, നല്ല ഹൈ ആവേണ്ട അടുത്ത് ഹൈ ആയിട്ട് അഭിനയിച്ചു, സൂപ്പറായിട്ട് അഭിനയിച്ചു. ശരി, അപ്പം നിവിൻ പോളി ഇതൊരു നോർമൽ യൂഷ്വൽ നിവിൻ പോളി മൂവിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നല്ല. അതായത് അജു വർഗീസ് നിവിൻ പോളി കോമ്പിനേഷൻ പിന്നെയും കൊണ്ടുവന്നു. കോമഡി ആണ്, പൊതുവെ കോമഡിയാണ് ഇതിൻ്റെ ഒരു ബേസിക് സംഭവം. കോമഡി എന്ന് വെച്ചാൽ അങ്ങനത്തെ കോമഡി അല്ല, ഭയങ്കര ലൈറ്റ് കോമഡി. അതെ, ലൈറ്റ് കോമഡി, ഭയങ്കര കോമഡി ഒന്നുമല്ല, കഥ കൊണ്ടുപോകുന്ന സംഭവങ്ങൾക്കനുസരിച്ചിട്ടുള്ള കോമഡി. അതെ, നിവിൻ പോളി ആകുമ്പോൾ കോമഡി വരുമല്ലോ. നിവിൻ പോളിയുടെ എപ്പോഴും നിങ്ങൾ കാണുന്ന സട്ടിൽ കോമഡീസ് ഒക്കെ ഉണ്ട്. എല്ലാം നിവിൻ പോളി ഫാൻസിന് വേണ്ട സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പക്ഷേ സിനിമ ഒരു നോർമൽ ഒരു യൂഷ്വൽ മൂവി അല്ല. ഒരു യൂഷ്വൽ നമ്മൾ കാണുന്ന സ്ഥിരം ഒരു യൂഷ്വൽ മൂവി, യൂഷ്വൽ സ്റ്റോറി അങ്ങനൊന്നും അല്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടല്ലേ നമ്മൾ കാണാത്ത. അവർ പറയേണ്ട മെസ്സേജ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് കൺവേ ചെയ്തിരിക്കുന്നത്. അതെ, ഇതിലൊരു കാര്യമുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് സിനിമ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചിലവർക്ക് അത് മനസ്സിലാവും. എനിക്കത് ആദ്യം ക്ലിക്കായില്ല. അപ്പം ഇവള് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായതോ അങ്ങനെയാണ് ഉദ്ദേശിച്ചല്ലേ. ഇത് സിനിമ ലാസ്റ്റ് ഞാൻ പറയുന്നില്ല, ഇത് നമ്മൾ ഒരു തരത്തിലുള്ള സ്പോയിലേഴ്സും തരത്തില്ല, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ സിനിമ കണ്ടു നോക്ക്. സിനിമ കണ്ടു നോക്കിയിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള സ്പോയിലേഴ്സും തരത്തില്ല. അപ്പോൾ സിനിമ കണ്ടു നോക്കുക. സിനിമ നോക്കിയിട്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ തന്നെ പറയുക. പക്ഷേ ഓവറോൾ ഇറ്റ് വാസ് എൻ ഓക്കെ മൂവി. ഇറ്റ് വാസ് എ ഗുഡ് മൂവി. അതായത് ഞാനൊരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും നീ? അത് ആ സിനിമയില് ഫസ്റ്റ് അങ്ങനെ ഞാനൊരു 5-ൽ ഒരു 3.9 കൊടുക്കും. 3.9 അല്ലെങ്കിൽ ഒരു 4 വേണമെങ്കിൽ കൊടുക്കാം. കാരണം നല്ലൊരു മൂവി, ഒരു ഫീൽ ഗുഡ് മൂവി പോലെ തോന്നി. ഫീൽ ഗുഡ് മൂവി അല്ല ആക്ച്വലി, പക്ഷേ നല്ലൊരു ഫീൽ ഗുഡ് പോലെ തോന്നി. നല്ല മനസമാധാനമായിട്ടിരുന്ന് കാണാൻ പറ്റി. കൊള്ളാം, നല്ല മൂവി, ഒരു കുഴപ്പമില്ലാത്ത മൂവി. ഭയങ്കര സംഭവമൊന്നുമല്ല, ഭയങ്കര കഥയോ അല്ലെങ്കിൽ അതിൽ നമ്മൾ ആ കഥ എടുത്തു വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകരുത്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് മിസ്മാച്ചൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല. ഒരു തണുത്ത പടം അല്ലേ, ഒരു നൈസ് പടം.
ഉയ് ഉയ് അതെ. ആ അക്കോർഡിംഗ് ടു മീ എന്താന്ന് വെച്ചാൽ നല്ല മൂവിയാണ്. അതിൻ്റെ അതിൻ്റെ ക്ലൈമാക്സ് വരെ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ മൂവി ഭയങ്കര ഇഷ്ടപ്പെടും. ക്ലൈമാക്സ് കാണുമ്പോഴാണ് യുൽ സ്റ്റാർട്ട് തിങ്കിങ് ബാക്ക്. അങ്ങനെ എനിക്ക് തോന്നി. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി അക്കോർഡിംഗ് ടു മീ ആൻഡ് ഐ വിൽ ഗീവ് 4. ഇപ്പോഴാണ് വന്നത് റേറ്റിംഗ് ഇപ്പോഴാണ്. അല്ല അതാണ്. അപ്പോൾ നമ്മൾ അതേ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലേക്കും ചിലർക്ക് ഇങ്ങനത്തെ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അല്ലേ. കൊള്ളില്ലെന്ന് പറയുന്നവർ കാണും ചിലപ്പോൾ, അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നമുക്കിത് നല്ലൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ കോമഡീസൊക്കെ ഭയങ്കര കോമഡി, അങ്ങനെ കോമഡിക്ക് വേണ്ടി കോമഡി അങ്ങനെയൊന്നുമല്ല. നൈസ് ആ കഥയുടെ കൂടെ പോകുന്ന ചെറിയ ചെറിയ നാച്ചുറൽ കോമഡീസൊക്കെ ഉണ്ട്. പിന്നെ പൊതുവേ നല്ലൊരു മൂവി, കൊള്ളാം. ഡയറക്ഷനും കൊള്ളാം, എല്ലാം കൊള്ളാം, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ കാസ്റ്റ് പറയുകയാണെങ്കിൽ അജു വർഗീസും നിവിൻ പോളിയുടെ ആ കോംബോ അധികം കാണാൻ പറ്റത്തില്ല. കാരണം മറ്റേ നമ്മൾ നോർമൽ അജു വർഗീസ് നിവിൻ പോളി കോംബോ മൂവി അല്ല ഇത്. അജു വർഗീസ് ഉണ്ട്, ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷെ ഭയങ്കര ഒരു അതെ ത്രൂ ഔട്ട് ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. പക്ഷെ നിവിൻ പോളിയാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ നോർമലി കാണുമ്പോൾ അജു വർഗീസ് ഫുൾ കോമഡി ഹാൻഡിൽ ചെയ്ത് നിവിൻ പോളി ഹീറോ അങ്ങനെയല്ല. നിവിൻ പോളി തന്നെയാണ് കൂടുതലും സിനിമ കഥ കൊണ്ടുപോകുന്നത്. അപ്പം അജു വർഗീസ് അധികമില്ല, അത് ഒരുപാട് കൊടുത്തിട്ടില്ല. കോമഡി ആണെങ്കിലും കുറച്ചൊക്കെ ഉള്ളൂ അല്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റിയിരിക്കുന്ന പോലുണ്ട്, വരാൻ വേണ്ടി വരും പോലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയൊന്നുമില്ല, എല്ലാം കോമഡിയൊക്കെ എനിക്ക് ഭയങ്കര അജു വർഗീസിന്റെ കഥയിൽ കോമഡി വെൽ പ്ലേസ്ഡ് ആണ്. പക്ഷെ അജു വർഗീസ് കഥയിൽ വരാൻ വേണ്ടി വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ആണ് ഇട്ടിരിക്കുന്നത്. അതായത് കഥയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷെ അജു വർഗീസിന് കൂടെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ചെയ്തതെല്ലാം ഒബ്വിയസ്ലി അജു വർഗീസ് ഇസ് എ വെരി ഗുഡ് ആക്ടർ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റിൽ മറ്റേ ഇന്നസെന്റിന്റെ റെഫറൻസ് ചെയ്യുന്നുണ്ട്, പഴയ നമ്മുടെ അല്ലേ, ഇന്നസെന്റിനെ പോലെ. പണ്ട് ഇന്നസെന്റിന്റെ പഴയ അഭിനയത്തിനൊക്കെ കുറച്ച് എന്താ പറയാ, കോപ്പി അടിച്ച പോലെയല്ല, അതുപോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് സിനിമയുടെ ഒരു പോയിന്റിൽ. പിന്നെന്താണ്, അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നിനക്ക് എന്താ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് ഗൈസ് സർവമായ. ഇന്ന് നമ്മൾ പോയപ്പം തിയേറ്റർ ഫുള്ളായിരുന്നു. ഫുൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് കിട്ടിയത്. എന്തുകൊണ്ട് ഇറ്റ് വാസ് എ ഗുഡ് മൂവി. അപ്പം നിങ്ങളെല്ലാവരും പോയി കാണൂ. സർവമായ. തംസ് അപ്പ് ഫോർ സർവമായ. തംസ് അപ്പ് ഫോർ നിവിൻ പോളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നിവിൻ പോളി നല്ല അടിപൊളിയായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയായിരുന്നു ചെറിയെടുത്ത്, അതായത് നിവിൻ പോളി ഇങ്ങനെ ആക്ടിങ്ങിൻ്റെ ഒരു ലെവൽ അപ്പ് വന്ന പോലെ എനിക്ക് തോന്നി. ഒരു സീനിയോറിറ്റി കുറച്ചും കൂടെ ഒന്ന് ആയതുപോലെ. അതായത് മറ്റേ ലാലേട്ടനൊക്കെ അഭിനയിക്കുമ്പോൾ ഇതിൻ്റെ സട്ടിൽ മറ്റേ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ഒരുപാട് ഇങ്ങനെ കിടന്ന് അഭിനയിച്ച് മരിക്കാതെ കുറച്ച് സട്ടിലായിട്ട് അഭിനയിക്കില്ല, അതുപോലെ എനിക്ക് തോന്നി. അതാണ് ഞാൻ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞത്. അല്ല, നിവിൻ എപ്പോഴും അങ്ങനെ അല്ലല്ലോ. നിവിൻ ഇങ്ങനെ ഇട്ട് ഭയങ്കര കോമഡി ഇട്ട് ഇങ്ങനെ ഭയങ്കര വെഹിളിയൊക്കെ ആയിട്ടില്ലേ കാണിക്കുന്നത്. അത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിൽ നിവിൻ ഇങ്ങനെ അതൊന്നും ഇടാതെ തന്നെ അതെല്ലാം വന്നതുപോലെ എനിക്ക് തോന്നി. ആ ലെവലിലോട്ട്, ആ റേഞ്ചിലോട്ട്, എന്നുവെച്ചാൽ ലാലേട്ടൻ ഒക്കെ ചെയ്യൂലേ ആ ഒരു സാധനത്തിലോട്ട് എത്തിയതുപോലെ. ഇവള് ഹാർഡ് കോർ നിവിൻ പോളി ഫാൻ. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുമ്പോഴും അപ്പ ഡിഫെൻസീവായിട്ട് നിൽക്കുക, അതൊന്നും തോന്നരുത്. അപ്പം അത്രല്ലേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം പറഞ്ഞ പോലെ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറയാം നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾക്ക് എന്താ ഈ സിനിമ കണ്ടിട്ട് മനസ്സിലായെന്ന് എന്താ മനസ്സിലായത് എന്നും കൂടെ കമന്റ്. എല്ലാരും അത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടാണ് ഈ റിവ്യൂ കാണുന്നെങ്കിൽ നിങ്ങൾ കമന്റ്. അതെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ശരി നിങ്ങൾക്ക് ഇന്നതാണ് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ ഇടുക. കാരണം നമുക്ക് അത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അതെ, നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാം. അതെ, നമ്മൾ ചിന്തിച്ച പോലെ തന്നെയാണോ എല്ലാവരും ചിന്തിച്ചത്, അങ്ങനെ തന്നെയാണോ ഈ സിനിമ എടുത്തത് എന്ന് അറിയണ്ടേ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പം അല്ലേ, ചിലർക്ക് അത് വൺ ടൈം വാച്ച് ചെയ്താൽ മതി. രണ്ടാം പ്രാവശ്യം വേറെ സിനിമ പോയി വാച്ച് ചെയ്തു. അതെങ്ങനെ വൺ ടൈം വാച്ച് എന്നൊന്നും പറയാൻ പാടില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, ഡു വാച്ച് ഇറ്റ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ.
അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. നമ്മുടെ സർവമായയുടെ റിവ്യൂ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയുന്നു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, പൊളിച്ചടുക്ക്. ക്രിസ്മസൊക്കെ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്രിസ്മസ്, നമ്മുടെ തൊട്ട് മുമ്പത്തെ വ്ളോഗും അതിന് മുമ്പത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഓക്കെ, അപ്പം സൈനിങ് ഓഫ്, ഫ്രീ ജീസസ്. സെറീന ബൈ. ഞാൻ കുറെ കട്ട് ചെയ്യും.